ഇത് സിസു എന്ന മൂവിയുടെ രണ്ടാം ഭാഗമാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള 1948 കാലഘട്ടമാണ് കാണിക്കുന്നത്. കോർപ്പി എന്നൊരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ്റെ 2 കുട്ടികളെയും ഭാര്യയെയും റഷ്യൻ സൈനികർ കൊന്നുകളഞ്ഞിരുന്നു. കോർപ്പി ഈ ഒരു കാരണത്താൽ അതിയായ ദുഃഖിതനായിരുന്നു. ഇനി ഇവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കാനാകുന്ന ഒരു സ്ഥലത്ത് താമസിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനാൽ അവൻ തൻ്റെ വീട്ടിലെ മരക്കഷ്ണങ്ങളിൽ ഓരോന്നിലും നമ്പർ എഴുതി വെച്ച് അവയെല്ലാം പിഴുതെടുത്തു. ശേഷം അതെല്ലാം ഒരു ട്രക്കിൽ കയറ്റി അവൻ ദൂരെ എവിടെയെങ്കിലും പോയി ഒരു പുതിയ വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അടുത്ത് അവൻ്റെ നായയും ഉണ്ടായിരുന്നു. അവൻ ആ മരക്കഷ്ണങ്ങളും നായയെയും തൻ്റെ ട്രക്കിലേക്ക് കയറ്റി അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഈ യാത്ര അപകടം പിടിച്ചതായിരിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അതേസമയം സോവിയറ്റ് യൂണിയൻ്റെ ഒരു ജയിലിൽ നിന്ന് ഒരു വയോധികനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അയാളോട് റഷ്യൻ പട്ടാളം പറയുകയാണ്, കോർപ്പി എന്നൊരു ഫിന്നിഷ് പട്ടാളക്കാരനുണ്ട്. ഞങ്ങൾ അവൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു. എന്നാൽ അതിനുശേഷം അവൻ ഞങ്ങളുടെ റെഡ് ആർമിയിലെ 300 സൈനികരെ കൊന്നിരുന്നു. ഇന്നവൻ പ്രശസ്തനായ ഒരാളാണ്. ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ്. നീ പോയി അവനെ കൊല്ലണം. നിനക്കാവശ്യമായ സഹായങ്ങളെല്ലാം ഞങ്ങൾ നൽകും. ഇങ്ങനെ പറഞ്ഞ് ആ ഒരു മനുഷ്യനെ വിട്ടയച്ചു. കോർപ്പി ഫിൻലാൻഡിലേക്കാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ റെഡ് ആർമിയിലെ ചില സൈനികർ അവൻ്റെ ട്രക്ക് തടഞ്ഞു നിർത്തി പാസ്പോർട്ട് പരിശോധിച്ചു. അവൻ പാസ്പോർട്ട് കാണിച്ചു. അപ്പോൾ തന്നെ ഈഗോർ എന്നു പേരുള്ള റെഡ് ആർമി കമാൻഡർ ജീപ്പിൽ അവിടേക്കെത്തി. ട്രക്കിനുള്ളിൽ ധാരാളം മരക്കഷ്ണങ്ങൾ നിറച്ചിരിക്കുന്നത് കണ്ട ഈഗോർ പറഞ്ഞു, ഈ പാവം വയോധികൻ മരക്കഷ്ണങ്ങളുമായി എവിടേക്കാണ് പോകുന്നത്? ഇവനെയും മരക്കഷ്ണങ്ങളോടൊപ്പം കത്തിച്ചു കളയുക. അവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് കോർപ്പിക്ക് മനസ്സിലായി. അതിനാൽ അവൻ തയ്യാറെടുത്തു. ഒരാൾ കുപ്പിയിൽ തീ കൊളുത്തി ട്രക്കിനു നേരെ എറിയാനായി പോകുമ്പോൾ കോർപ്പി ഡോർ തുറന്ന് അവനെ ശക്തമായി അടിച്ചു. ഉടനെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അതോടെ ഒരു സൈനികൻ ടയറിൻ്റെ കീഴിൽപ്പെടുകയും ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഈഗോർ തൻ്റെ ജീപ്പുമായി അവന് പിന്നാലെ പോവുകയാണ്. ട്രക്ക് ഓടിക്കുന്നതിനിടയിൽ കോർപ്പി തൻ്റെ തോക്ക് തയ്യാറാക്കി ബുള്ളറ്റുകൾ നിറച്ചു. ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം അവൻ ഒരു തകർന്ന വീടിനടുത്ത് എത്തിച്ചേർന്നു. അതോടെ അയാൾ തൻ്റെ വാഹനത്തിൽ നിന്നിറങ്ങി പിന്നിൽ വന്ന ട്രക്കിനു നേരെ വെടിയുതിർത്ത് എല്ലാവരെയും കൊന്നു. ഈഗോറിനൊപ്പം ഇരുന്നിരുന്ന മറ്റൊരാൾ തോക്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ കോർപ്പി ഒരു വെടിയുണ്ട ഉപയോഗിച്ച് അവനെയും കൊന്നു. എന്നാൽ ഈഗോറിനെ അവൻ ആ സമയത്ത് കൊന്നിരുന്നില്ല. അതിനാൽ തന്നെ ഈഗോർ ഉടൻ തന്നെ മറ്റു സൈനികരെ വിളിച്ചു. ബൈക്കുകളിൽ അവിടേക്ക് വന്ന സൈനികർ കോർപ്പിയുടെ ട്രക്കിനെ പിന്തുടർന്നു. കോർപ്പിയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ കോർപ്പി തൻ്റെ ട്രക്ക് പരമാവധി വേഗത്തിൽ ഓടിച്ചു. ട്രക്കിൽ അവൻ്റെ നായയും വീട്ടിലെ മരക്കഷ്ണങ്ങളുമുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു സൈനികൻ ട്രക്കിൻ്റെ മുകളിലേക്ക് കയറി. എന്നാൽ കോർപ്പി അവനെ താഴേക്ക് വീഴ്ത്തി. തന്നെ ആക്രമിക്കാനായി എത്തിയ മറ്റൊരു സൈനികനെ ചങ്ങലയിൽ കുടുക്കി അവൻ്റെ കഴുത്തൊടിച്ചു. ഓടിക്കൊണ്ടിരിക്കെ കോർപ്പി ഒരു ബൈക്കുകാരൻ്റെ മേൽ ബോംബ് ഘടിപ്പിച്ചു. അത് പൊട്ടിത്തെറിച്ച് ആ സൈനികനും കൊല്ലപ്പെട്ടു. ഈഗോർ ട്രക്കിൻ്റെ വളരെ സമീപത്തേക്കെത്തി. അയാൾ ട്രക്കിലേക്ക് തീ കൊളുത്തിയ ഒരു കുപ്പി എറിഞ്ഞു. അങ്ങനെ ട്രക്കിലെ മരക്കഷ്ണങ്ങൾ കത്താൻ തുടങ്ങി. അതോടെ കോർപ്പി ട്രക്ക് കുറ്റിച്ചെടികൾക്കിടയിലേക്ക് ഓടിച്ച് തീയണച്ചു. അവൻ ട്രക്ക് പരിശോധിക്കുകയും നായ്ക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു വെടിയുണ്ട കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത് അവൻ കാണുകയാണ്. വിരലുകൾ ഉപയോഗിച്ച് അവനത് പുറത്തെടുത്തു. വയസ്സായിട്ടും അവനിൽ അതിശയകരമായ ധൈര്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു സമയത്താണ് യുദ്ധവിമാനങ്ങൾ അവിടേക്ക് എത്തിയിരുന്ന കാഴ്ച അവൻ കാണുന്നത്. അവ തന്നെ കൊല്ലാൻ വന്നതാണെന്ന് അവന് മനസ്സിലായി. അതിനാൽ അവൻ വിശ്രമിക്കാതെ വീണ്ടും യാത്ര തുടർന്നു. വിമാനം ട്രക്കിന് നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ട്രക്ക് വലത്തോട്ടും ഇടത്തോട്ടും വെട്ടിച്ച് തിരിച്ച് അവൻ ജീവൻ രക്ഷിച്ചു. വീണ്ടും ആക്രമിക്കാനായി വിമാനം പാഞ്ഞെടുക്കുമ്പോൾ കോർപ്പി തൻ്റെ ട്രക്ക് ഒരു വീടിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി കാത്തിരുന്നു. പക്ഷേ വിമാനങ്ങൾ അവനെ വിട്ടുപോകാൻ ഒരുക്കമല്ലായിരുന്നു. അവർ ബോംബെറിഞ്ഞെങ്കിലും കോർപ്പി സാഹസികമായി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൻ വലിയൊരു കാട്ടിലേക്ക് കടന്നു. വിമാനങ്ങൾ അവനെയും തിരഞ്ഞ് പറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാടിനുള്ളിലായതിനാൽ അവനെ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു വിമാനത്തിൻ്റെ പൈലറ്റ് മരങ്ങൾക്കിടയിലൂടെ ആ ഒരു ട്രക്ക് കണ്ടു. വിമാനം ചിരിച്ചു പറത്തിക്കൊണ്ട് അയാൾ ട്രക്കിനു നേരെ നിറയൊഴിച്ചു. അത് കണ്ട കോർപ്പി പെട്ടെന്ന് ബ്രേക്കിട്ടു. അതോടെ ട്രക്കിലിടിച്ച് വിമാനം തകർന്നു വീഴുകയാണ്. അങ്ങനെ ആ വിമാനത്തിലെ പൈലറ്റ് മരണപ്പെട്ടു. കാട് വിട്ടിറങ്ങിയ കോർപ്പി ചുറ്റിലും നോക്കിയെങ്കിലും
ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിമാനം കാണുന്നുണ്ടായിരുന്നില്ല. അപകടം ഒഴിഞ്ഞുപോയെന്ന് അയാൾ കരുതി. അവൻ സമാധാനത്തോടെ മുന്നോട്ടു നീങ്ങി. എന്നാൽ കടലിനരികിലൂടെ മുന്നോട്ടു നീങ്ങുന്ന സമയത്ത് ആ ഒരു വിമാനം വീണ്ടുമെത്തി അവനെ ആക്രമിക്കുകയാണ്. തുറസായ പ്രദേശമായിരുന്നതിനാൽ രക്ഷപ്പെടാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ഈ സമയത്ത് വിമാനത്തിലെ ബോംബുകളും വെടിയുണ്ടകളും കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ആ ഒരു പൈലറ്റ് വിമാനം ട്രക്കിനു നേരെ പായിച്ചുകൊണ്ട് അതിൽ നിന്നും പുറത്തു ചാടുകയാണ്. കോർപ്പി ഉടൻ തന്നെ മരക്കഷ്ണങ്ങൾ കെട്ടിയിരുന്ന കയർ മുറിച്ചു മാറ്റി ബ്രേക്കിട്ടു. അതോടെ ചില മരക്കഷ്ണങ്ങൾ മുന്നിലേക്ക് വീണിരുന്നു. വിമാനം അതിലിടിച്ച് തകർന്നു വീണു. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് അവൻ വീണ്ടും സാഹസികമായി രക്ഷപ്പെട്ടു. പൈലറ്റ് പുറത്തു വന്ന് കോർപ്പിക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ കോർപ്പിക്ക് ഭയമുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റൊരു വിമാനം ബോംബിടാനായി അവിടേക്ക് വരികയാണ്. അവൻ ട്രക്ക് ഓടിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചു. ബോംബുകൾ ട്രക്കിന് സമീപത്തായി വീണു. അതോടെ അവിടെയുണ്ടായിരുന്ന പൈലറ്റും മരിച്ചിരുന്നു. രക്ഷപ്പെടാനായി കോർപ്പി തൻ്റെ ട്രക്ക് കടലിലേക്ക് ചാടിച്ചിരുന്നു. പുതിയ വീട് പണിയാൻ അവന് മരക്കഷ്ണങ്ങൾ ആവശ്യമുള്ളതിനാൽ അവൻ അവയെല്ലാം ഒരുമിച്ച് കൂട്ടി. മരക്കഷ്ണങ്ങളുടെ സഹായത്തോടെ അവൻ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടന്നു. നായയും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഈഗോർ തൻ്റെ ആളുകളുമായി അവിടേക്കെത്തി. മുങ്ങൽ വിദഗ്ധർ കോർപ്പിയുടെ മൃതശരീരം തിരഞ്ഞു. പക്ഷേ അവിടെ ശരീരവും മരക്കഷ്ണങ്ങളും ഒന്നും തന്നെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. കോർപ്പി മരക്കഷ്ണങ്ങൾ ചേർത്ത് ഒരു ചെറിയ തോണിയുണ്ടാക്കി ഫിൻലാൻഡ് അതിർത്തിയിലേക്ക് എത്തിയിരുന്നു. അവിടെ അവൻ ഒരു പഴയ ടാങ്കർ കാണാനിടയായി. അവൻ എല്ലാ മരക്കഷ്ണങ്ങളും അതിലേക്ക് കയറ്റി ഈഗോർ അതിർത്തിയിൽ തൻ്റെ സൈന്യവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ മരക്കഷ്ണങ്ങളുമായി വരുന്ന ടാങ്കർ കണ്ടപ്പോൾ അത് കോർപ്പിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവൻ മനുഷ്യനാണോ അതോ മറ്റെന്താണോ, മരിക്കുന്നില്ലല്ലോ എന്നവർ അത്ഭുതപ്പെട്ടു. സൈനികർ ടാങ്കറിനു നേരെ വെടിയുതിർത്തു. കോർപ്പി തൻ്റെ ടാങ്കർ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നിൽ ഘടിപ്പിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് ടാങ്കർ പറന്ന് ദൂരേക്ക് വീണു. എല്ലാവരും കരുതിയിരുന്നത് കോർപ്പി മരിച്ചെന്നാണ്. പക്ഷേ അവൻ ജീവനോടെ തന്നെ പുറത്തു വന്നു. ഈ സമയത്ത് തൻ്റെ കത്തിയുടെ മരമുള്ള ഭാഗം അവൻ ഇളക്കി മാറ്റിയിരുന്നു. ശേഷം അവനത് തൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഈഗോർ അവനെ പിടികൂടി. ഉദ്യോഗസ്ഥരെത്തി കോർപ്പിയെയും ആ മരക്കഷ്ണങ്ങളും ട്രെയിനിലേക്ക് കയറ്റി. ശേഷം അവർ കോർപ്പിയെ അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് ഈഗോർ താൻ ചെയ്തിരുന്ന ക്രൂരതകളെക്കുറിച്ച് അവനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്തൊന്നും കോർപ്പിയൊന്നും സംസാരിച്ചിരുന്നില്ല. കോർപ്പിയെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന ബോഗിയിൽ 2 സൈനികർ കാവലുണ്ടായിരുന്നു. കോർപ്പി കാലിൻ്റെ ത്വക്കിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഓരോരോ സൈനികരെയായി വകവരുത്തി. ശേഷം അവൻ അവരുടെ തോക്കും കൈക്കലാക്കി. രാത്രിയായതിനാൽ സൈനികരെല്ലാം ഉറങ്ങുകയായിരുന്നു. അവൻ ഉറങ്ങിക്കിടന്നിരുന്ന സൈനികരെ ഓരോരുത്തരെയായി വകവരുത്തി. ഈഗോറിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ശബ്ദമുണ്ടാക്കാതെ പോകുന്നതിനിടയിൽ ഒരാൾ ഉണർന്നപ്പോൾ അയാളെയും കൊന്നു. മറ്റൊരാളെ കത്തി ഉപയോഗിച്ച് കുത്തി നിശബ്ദനാക്കി. ബോഗിയുടെ വാതിലടച്ച് അവൻ ട്രെയിനിൻ്റെ മുകളിലേക്ക് കയറി. ഒരു പോളിലിടിച്ച് അവൻ വീണ്ടും സൈനികർക്കിടയിലേക്ക് വീണു. സൈനികർ വെടിയുതിർക്കുമ്പോൾ അവരെ ഷീൽഡായി ഉപയോഗിച്ച് കോർപ്പി രക്ഷപ്പെടുകയും അവരെയെല്ലാം കൊല്ലുകയും ചെയ്തു. ഈഗോർ അപകടം മനസ്സിലാക്കി. അവൻ കോർപ്പിയുള്ള ബോഗി വേർപ്പെടുത്തി. ഈ ഒരു സമയത്താണ് കോർപ്പി തൻ്റെ ബോഗിയിൽ വലിയൊരു മിസൈൽ ഇരിക്കുന്നത് കാണുന്നത്. അതേസമയം ഈഗോർ മറ്റൊരു ബോഗിയിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം കൊന്ന് അവിടെ ഉണ്ടായിരുന്ന പണം കവരുകയാണ്. ഈ ഒരു സമയത്ത് കോർപ്പി തൻ്റെ ബോഗിയിലുണ്ടായിരുന്ന മിസൈൽ ഓണാക്കിയിരുന്നു. അതോടെ ആ ഒരു ബോഗി അതിവേഗത്തിൽ മുന്നോട്ട് പായുകയും ഈഗോറിൻ്റെ ബോഗിക്കരികിലേക്ക് എത്തുകയും ചെയ്തു. ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടം അരങ്ങേറി. ഈഗോർ കോർപ്പിയെ വെള്ളത്തിൽ മുക്കി കൊല്ലാനായി ശ്രമിച്ചു. "നീ ആരാണ്? എന്തുകൊണ്ട് നീ മരിക്കുന്നില്ല?" എന്ന് അയാൾ ചോദിച്ചു. പക്ഷേ കോർപ്പി ഒരിക്കലും തളർന്നിരുന്നില്ല. അവൻ മിസൈലിനെ ബോഗിയുമായി ബന്ധിപ്പിച്ചിരുന്ന നെട്ട് ബോൾട്ടുകൾ അഴിച്ചു. ഇതോടെ മിസൈൽ ഈഗോറിൻ്റെ ബോഗിയിലേക്ക് പാഞ്ഞുപോയി പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ വലിയൊരു സ്ഫോടനമുണ്ടാവുകയും ഈഗോർ കൊല്ലപ്പെടുകയുമാണ്. പിന്നീട് ബോഗി വേർപെട്ട് ഒരുപാട് ദൂരം പിന്നിലായി പോയ കോർപ്പി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഫിൻലാൻഡ് അതിർത്തിയിലെ സൈനികർ കൈകൊണ്ട് നീക്കുന്ന ഒരു ഒഴിഞ്ഞ ട്രെയിൻ ബോഗി വരുന്നത് കാണുകയാണ്. അതിലുണ്ടായിരുന്നത് കോർപ്പിയായിരുന്നു. കോർപ്പി തൻ്റെ പാസ്പോർട്ട് കാണിക്കുമ്പോൾ അവൻ്റെ പേര് കണ്ട സൈനികർ അവനെ തിരിച്ചറിഞ്ഞു. റെഡ് ആർമിയിലെ 300 പേരെ കൊന്ന അതേ മനുഷ്യൻ. അവർ അവനെ സല്യൂട്ട് ചെയ്ത് കടത്തിവിട്ടു. മുന്നോട്ട് നീങ്ങിയ കോർപ്പി ഒടുവിൽ തൻ്റെ പുതിയ വീട് പണിയാനായി ആരംഭിക്കുകയാണ്. അപ്പോൾ
ആയുധങ്ങളുമായി കുറച്ചു പേർ അവിടേക്കെത്തി. വീണ്ടും പോരാടേണ്ടി വരുമെന്ന് അവൻ കരുതി. പക്ഷേ അവർ അവനെ സഹായിക്കാനാണ് വന്നതെന്ന് അവനോട് പറഞ്ഞു. ഇത് കേട്ട് കോർപ്പിക്ക് സന്തോഷമായി. എല്ലാവരും ചേർന്ന് അവൻ്റെ വീട് പണിയുകയാണ്. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.